നേരത്തെ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അതായത് താങ്കൾ ഈ ഇറാഖ് യുദ്ധം വരുന്നു, പിന്നെ ഈ പറഞ്ഞ കുവൈറ്റ് ഇൻവേഡ് ചെയ്യുന്നു. സാധാരണഗതിയിൽ കുവൈറ്റിൽ ഇറാഖിന്റെ സൈന്യം വന്ന് കയറി ലൂട്ട് ചെയ്യപ്പെട്ട ഒരാൾക്ക് ഇറാഖിനോടൊരു എന്താ പറയാ എപ്പോഴും ഒരു പ്രതിഷേധം ഉണ്ടാകണം. പക്ഷെ താങ്കൾ എപ്പോഴും അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുകയാണല്ലോ, അമേരിക്കയും ബുഷിനെയും ഒക്കെ പറയണ തെറിയ കയ്യും കണക്കില്ല. അല്ല, അമേരിക്കയുടെ ഹിസ്റ്ററി തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം എങ്ങനെയാണ് ഈ അമേരിക്ക വന്നത്? ഓക്കെ, ഏറ്റവും ആദ്യം പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പോയി അവിടെ സെറ്റപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തിന് അവർ ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സ് അടിമകളെ കൊണ്ടുവന്നു? അവരെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്തിരുന്നു? അവർ വസ്ത്രം പോലും കൊടുത്തിരുന്നില്ല. ശരിക്കും തണുത്ത് വിറച്ച് മരിച്ചവരുണ്ട്. അവരെ കൊണ്ട് 24 മണിക്കൂറും വല്ല അനിമൽസിനെ പോലെ പണിയെടുപ്പിക്കും. വല്ല തൊഴുത്തിലും കെട്ടുന്ന മാതിരി കെട്ടും. ആ ചങ്ങല പിടിച്ച് കെട്ടിയിട്ട് ഈ പുറത്തെല്ലാം ഓണറുടെ പേര് മാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു രാജ്യം. അത് കഴിഞ്ഞു. അവരെ പറ്റി പറയുമ്പോൾ അവർ ഇറാഖിനെ ആക്രമിച്ചത് വെറും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇത് എനിക്ക് ഒരിക്കലും അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. മുമ്പ് ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ ഈ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അഭിപ്രായം എല്ലാം പറഞ്ഞ ശേഷം ഞാൻ ഇപ്പം ഇതൊന്നും പുറത്ത് പറയുന്നില്ല. എന്റെ മകൻ അവിടുത്തെ പഠിത്തമൊന്നും പൂർത്തിയാക്കി കൊണ്ടുപോകുന്നു. ശരിയാ, അതെ. പക്ഷെ ഇതിപ്പം ഒരു ഭീരുവാണല്ലേ? അല്ല, ആ കാര്യത്തില് അവിടെ നിൽക്കുകയാണെങ്കിൽ മക്കളെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു സ്നേഹം, അനുകമ്പ, ബാക്കി എല്ലാ ദയാവായ്പകളും എല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷെ ഈ മക്കളോട് അച്ഛൻ മത്സരിക്കാറുണ്ട് ബിസിനസ്സിൽ എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാറുണ്ട്. ഒരു കോമ്പറ്റീഷൻ ഇല്ല. എന്തിലും ഇപ്പൊ മക്കൾക്കെല്ലാം നിയന്ത്രണം കൊടുക്കുന്നു. പക്ഷെ എന്റെ മകൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് ഡിസൈഡ് ചെയ്തിട്ട് പ്ലീസ് ഗെറ്റ് അപ്രൂവൽ ഓഫ് ചെയർമാൻ ബിഫോർ യു ഇംപ്ലിമെന്റ്. അവസാന വാക്ക് thoroughly professional. അവസാന വാക്ക്. അതെ. മകളോ? മകളെ അതുമാതിരി തന്നെ. പക്ഷെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികം എൻ്റെ അടുത്ത് റെഫർ ചെയ്യരുത്, എനിക്ക് അതിനുള്ള സമയമില്ല, പിന്നെ ഇതിപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അതുകൊണ്ട് യു ഡു ഇറ്റ്. ഇവരുടെ ഭാഗത്ത് ചില തെറ്റുകളൊക്കെ വരുമ്പോൾ എന്താ അച്ഛൻ വളരെ സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഒരു പെടപ്പൊന്നുമില്ല. പെടപ്പില്ല. പക്ഷെ പറയും കുറച്ചുകൂടി നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ പ്രതീക്ഷിക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്, നന്നായിട്ട് ടച്ചപ്പ് ചെയ്ത മുഖം, ഇരിയ മുടി, ഒരു നിമിഷം പോലും താങ്കൾ എന്താ പറയുക ഒരു അലസത പൂണ്ട ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. ഇല്ല, ശരിയാണ്. ഇത്ര കൃത്യമായിട്ട് ഇതിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? അല്ല, മേക്കപ്പ് വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. അതൊക്കെ 5 മിനിറ്റിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത്രക്കേ ഉള്ളൂ. ഏത് പൗഡർ ഉപയോഗിക്കണേ? യാഡ്ലി പൗഡർ. അതെ. അതിന് ഇടയ്ക്കൊന്നും ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഫൗണ്ടേഷൻ ഒക്കെ അമേരിക്കയിൽ മാത്രമേ കിട്ടുള്ളൂ. അമേരിക്കയിൽ അതിന്റെ കമ്പനിയുടെ പേരെന്താണ്? എനിക്ക് ഓർമ്മയില്ല. എന്റെ മകൻ വരുമ്പോ കൊണ്ടെന്താ അത് അടിച്ചിട്ടാണ് മറ്റേ പൗഡർ ഇടുന്നത്. അതെ ആണ്. എവിടെയോ പിന്നെ മദിരാശിയിലൊരു ബ്യൂട്ടി പാർലറിൽ ഇടയ്ക്ക് പോകാറുണ്ട്. ബ്യൂട്ടി പാർലർ അല്ല, പിന്നെ അവിടെ ഈ ഒരു മെഷീൻ ഉണ്ട്. എന്താണ് ആ മെഷീനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം ട്രാവൽ മെഷീൻ എന്ന് പറയും. അതെ, ആ ടൈം ട്രാവൽ മെഷീനിൽ കയറിയിരുന്നാൽ നമ്മള് കുറച്ച് ഏജ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. അതെ, എല്ലാ മാസം പോയിരുന്നു. ഇപ്പൊ എനിക്ക് പിന്നെ വേണ്ടാന്ന് തോന്നി തുടങ്ങി. പിന്നെ എപ്പോഴും പോകണ്ടേ? ആവശ്യത്തിലധികം യുവനം ഉണ്ടല്ലോ കയ്യിൽ. അതെ, എന്തിനാ പോണേ? ഇനി എന്തിനാ പോണേ? അതെ. അപ്പൊ ടൈം ട്രാവൽ മെഷീൻ പിന്നെ കോസ്റ്റ്ലിയുമായി തുടങ്ങി. എത്രയാണ് ഒരു പ്രാവശ്യം കയറിയിരിക്കുക? ഒരു പ്രാവശ്യം കയറിയിരിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ഒന്നും ആവില്ല. എന്നാലും പറഞ്ഞു 10 തവണയെങ്കിലും പോണം. അപ്പൊ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. ഇപ്പൊ എത്ര? ഒരു 19 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാവും ആ കെയർ ഓഫ്? അല്ല, ആകെ പറഞ്ഞത് 10 ലക്ഷം രൂപ. 10 ലക്ഷം 12 ലക്ഷം രൂപ. 12 ലക്ഷം കൊണ്ട് എത്ര യൗവനം കിട്ടി? ഒരു 30-35 വയസ്സിന്റെ യൗവനം കിട്ടി. പക്ഷെ നിങ്ങൾക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. യു ആർ ഓൾറെഡി വെരി യങ്. ഓക്കെ, യു ടു ആർ വെരി യങ്. ഈ യൗവനത്തോട് ഇങ്ങനെ ഒരു തൃഷ്ണ, ഒരു എന്താ പറയാ ഒരു ആഗ്രഹം ഉണ്ടാകാൻ കാരണം യൗവനത്തിനോടെന്നല്ല, മനുഷ്യനോടുള്ളത്. അതായത് ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് വളരെ വിഷമിച്ച് കിട്ടുന്നതാണ്. ഈ ഒരു ജീവനും എത്രയോ കാലം എന്താണ് ഈ പൂന്താനത്തിന്റെ കവിതകള് വല്ലപ്പോഴും കവിതയെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അക്ഷര ശ്ലോകം
വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ശ്രീ രാജേഷ് രാമേന്ദ്രൻ. അതെ. ഒരു മനസ്സിൽ വരുന്നൊരു ശ്ലോകം ഒന്ന് ചൊല്ലിക്കും. ധനത്തിനത്രേ വിഭവം നമുക്ക്, സന്താനലാഭത്തിനു ധർമ്മപത്നി, തത്വാവബോധത്തിനു ബുദ്ധിശക്തി, ലോകോപകാരത്തിനു മർത്യജന്മം. ഇനി എത്രയോ വരുന്നുണ്ട്. നമുക്ക് സമയം ഉണ്ടാവില്ല. ഒരു ശ്ലോകം കൂടെ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. നിരന്ത്രാളകമിന്ദ്രനീലം അമലം പല്ലൊക്കമുത്ത്, ഉൽസ്മിതം ഹീരം മൽപ്രിയതന്റെ ചുണ്ടുപവിഴം, പുമേനി ഗോമേദകം. ഈ രത്നങ്ങൾ വശത്തിലുള്ളവനിത സ്വൽപ്പം ധനം തേടുവാൻ ദൂരത്തേക്കു ഗമിക്കയാണ്, കഠിനം നിൻ പ്രാഭവം ലോപമേ. അസലായിരിക്കണം ഇത്രയും സമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിൽ. ഇത് ശ്ലോകത്തിൽ നിർത്തരുത്. അതെ, നമ്മള് അവസാനിപ്പിക്കാൻ തോന്നുകയാണെന്ന് പോവാണെന്ന് തോന്നുന്നു. അപ്പൊ ഏതിൽ അവസാനിപ്പിക്കണം? ഇങ്ങനെ ശ്ലോകം കവിതകളിൽ തന്നെ വേണം. ഒരു കവിത ചൊല്ലുന്നാൽ എനിക്ക് ഏറ്റവും ആദ്യം കൈരളിയോടുള്ള അഗാധമായ നന്ദി വീണ്ടും രേഖപ്പെടുത്തണം. മാമ്പഴം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. അതായത് ഈ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന് പറഞ്ഞു തുടങ്ങിയ മാമ്പഴം. പക്ഷേ എനിക്ക് മാമ്പഴത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം വാഴക്കുലയാണ്. താങ്കളിൽ നിറഞ്ഞു നിൽക്കുന്ന കാൽപ്പനികതയാണല്ലോ. അതുകൊണ്ടാണ് ആ പ്രേമഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു പ്രേമഗാനം ചൊല്ലിക്കുന്നതിന് അത് അതിന്റെ ഒരു അനുഭവം പറയട്ടെ. ആദ്യം നമുക്ക് ഈ പ്രേമഗാനത്തെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ എത്ര പ്രാവശ്യം പ്രണയിച്ചിട്ടുണ്ട്? സത്യം എല്ലാ ദിവസവും അങ്ങനെയല്ല, സത്യം എല്ലാ ദിവസവും എത്ര പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട്? എത്ര പെൺകുട്ടികളെ പ്രണയിക്കുന്നു എന്നുള്ളതല്ല ചോദ്യം. ഞാൻ ചോദിച്ചു, ഉത്തരം പറയേണ്ടത് താങ്കളാണ്. എത്രയോ പെൺകുട്ടികളെ എന്ന് പറയേണ്ടി. അപ്പൊ ഇതിന് കൗണ്ട്ലെസ് ആണ്. അതെ. ഈ അടുത്ത കാലത്ത് വല്ല പുതിയ പ്രണയം ഒന്നുമില്ല. അങ്ങനെ പുതിയതായിട്ടൊന്നുമില്ല. എല്ലാം പഴയതാ. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഭാര്യയ്ക്ക് അറിയാമോ? എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്ക് അറിയാം. എല്ലാ പ്രണയം അറിയാം. എന്നെ സംബന്ധിച്ച് എവിടെ എന്തുണ്ട് എല്ലാം ഭാര്യ പിടിക്കും. എവിടെ മറുകുണ്ട്, എവിടെ ഇതുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ എന്ത് കുരുത്തക്കേട് ചെയ്താലും ഭാര്യ പിടിക്കും. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ചങ്ങമ്പുഴയുടെ പ്രേമഗാനങ്ങള്, അത് ഈ ഒരു വെറും ഈ മാനസികമായ ആഹ്ലാദം മാത്രമല്ല, ഒരു ശാരീരികമായ നിർവൃതി പോലും തരുന്നതാണ്. പിന്നെ മലയാളത്തിന് കനകച്ചിലങ്ക സമ്മാനിച്ച, മലയാള ഭാഷയ്ക്ക് കനകച്ചിലങ്ക കെട്ടിച്ച കവിയാണ് ചങ്ങമ്പുഴ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുണുങ്ങി കുണുങ്ങി, കതിരുതിരും പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. അങ്ങനെ ഈ മേപ്പത്തൂരിന്റെ രുക്മിണി സ്വയംവരത്തിലെ സംസ്കൃത പദങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച പോലെ മലയാള പദങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച കവി ചങ്ങമ്പുഴ. അദ്ദേഹത്തിന് കൂടി നിങ്ങളൊരു ട്രിബ്യൂട്ട് കൊടുത്താൽ എനിക്ക് വളരെ സന്തോഷമാകും. എത്ര മനോഹരമായി നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുക. ഞാനത് വളരെ എൻജോയ് ചെയ്തു എന്ന് പറയട്ടെ. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് കുറച്ച് ഈ ബിസിനസ്സിൽ നിന്ന് കുറച്ച് മാറി നിന്നുകൊണ്ട് അല്പം നഷ്ടം ഉണ്ടായേക്കാം. ഇത്രയും സമയം ഇല്ല, ഒരു നഷ്ടവും ഇല്ല. എന്തായാലും താങ്കളുടെ വ്യവസായത്തിൽ, സിനിമയിൽ, കലയിൽ, ആസ്വാദനത്തിലൊക്കെ പുതിയ വർഷം കൂടുതൽ അഭിവൃദ്ധി നേടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് ഇതെല്ലാം കേട്ടതിനും, അതുപോലെ ഇനി എല്ലാ പ്രേക്ഷകരെയും കേൾപ്പിക്കുവാനും കൂടി പോവുകയാണല്ലോ, അതിനും നന്ദി പറഞ്ഞു. ഓക്കെ.